എല്ലാവർക്കും നമസ്കാരം ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, കാരണം പ്രത്യേകിച്ച് കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് നെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങളുടെ എല്ലാവരും സഹായം ചോദിക്കാനാണ്. നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിലെ ഒരുപാട് കുടുംബങ്ങൾ, ജീവനുകളിൽ ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാണ്ടായി പോയി. അപ്പോൾ ആ ഒരു അവസ്ഥ വീണ്ടും കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാം. ആ ഒരു ചെറിയ അവസ്ഥയല്ല, 6 ജില്ലകൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ സുപ്രീം കോടതിൻ്റെ ശ്രദ്ധ, ഇതൊക്കെ പല പ്രാവശ്യം പല വ്യക്തികളും ഇതിനോട്ട് ശ്രദ്ധ തിരിക്കാൻ നോക്കിയിട്ടും ആൾക്കാർക്ക്, അധികാരികൾക്ക് അതിനൊന്നും താല്പര്യമില്ല. കാരണം അധികാരികൾക്ക് എന്തോ വരുമാനം അതിൽ നിന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായിക്കോട്ടെ, നമ്മൾക്ക് അതിനുണ്ടാവും. ഇപ്പം നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി സമയമില്ല. ഇത് ലാസ്റ്റ് ടൈമാണ് ഈ മഴയിൽ അത് സംഭവിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. ആ ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും, യൂറോപ്പിലുള്ളവരായാലും പുറനാട്ടിലുള്ള എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ ഫീൽഡിലേക്കുള്ള സിനിമ നടന്മാരും സംവിധായകരും എല്ലാവരും, നടികളും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റും. അത് പൊട്ടിയാലുണ്ടാകുന്ന വിപത്ത് ഇതിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കുക. 6 ജില്ല ഇല്ലാണ്ടായി പോകും, ഒത്തിരി കുടുംബങ്ങൾ. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയത്തിലും അല്ല ഉന്നത പദവിയിലിരിക്കുന്നവർ ആരും ഈ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകില്ല. ഡാം പൊട്ടിയാൽ അവരെല്ലാവരും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിയിരിക്കും അതിന് മുന്നേ തന്നെ. അപ്പോൾ അവർക്ക് ചെളിയിലൊന്നും ചവിട്ടാനായിട്ട് സമയവും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. അപ്പം ജനങ്ങൾ ചിന്തിക്കുക, അവരതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി പ്രയത്നിച്ചാൽ, ഇപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയകളും അല്ലാണ്ട് വാർത്താ മീഡിയകൾ എല്ലാം ഉണ്ട്, എല്ലാ അവസരവും നമുക്കുണ്ട്. അപ്പോൾ നമ്മളത് പരമാവധി വിനിയോഗിക്കുക. ഇനി വിനിയോഗിച്ചിട്ട് നടന്നില്ലെങ്കിൽ അത് വിധിയാണെന്ന് കണക്കാക്കുക, അല്ലാണ്ടൊന്നും പറയാനില്ല. പക്ഷെ അത് എല്ലാവരുടെയും മനസ്സ് പറയുന്നു അത് പൊട്ടും. ഈവൻ പല പഠനങ്ങളും, നമ്മുടെ ഇന്ത്യ എന്നുള്ളതല്ല, ഡാമുകളെ കുറിച്ച് പഠനങ്ങളിലെല്ലാം ഏറ്റവും ഫസ്റ്റായിട്ട് നിൽക്കുന്ന സംഭവമാണത്. 50 വർഷം പറഞ്ഞ ഡാം, 99 വർഷം എഗ്രിമെൻ്റ് ഉണ്ടായ ഡാം, അത് 999 വർഷമായി. പിന്നീട് ഈ 50 വർഷം എന്നുള്ളത് 130-140 വർഷത്തേക്ക് കൂടുതലായി. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷേ ഞാൻ പറയണത്, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഇതിന് നെഗറ്റീവ് കമൻ്റ് ഇടുക അങ്ങനെയൊന്നുമല്ല ഇതിന് പ്രതികരിക്കേണ്ടത്. നമ്മൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീഡിയകളിലൊക്കെ പെറ്റീഷൻ സൈൻ ചെയ്ത് പറയാനുണ്ട്. ഞാനും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. നമുക്ക് പ്രയത്നിച്ചാൽ നടക്കും. പിന്നെ നമ്മളെല്ലാ മലയാളീസും കൂടി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പൈസയിൽ ഇത് പണിയാനായിട്ട് എല്ലാവരും കൂടി പിരിവെടുത്താലും ഈസി ആയിട്ട് ഇത് പണിയാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള 5-10 ഡാം പണിയാനുള്ള പൈസ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു കിട്ടും. അപ്പോൾ അതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് പൈസ കിട്ടാത്തതിൻ്റെ പേരിലല്ല, അവർക്കത് താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് ഒത്തുപിടിച്ചാൽ, നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ് നിർബന്ധിതയാവും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്.